നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഒരു സെൻറ്റൻസ്, ഈ സെൻറ്റൻസ് പറയുമ്പോൾ അതിനകത്തുള്ള വാക്കുകൾ ഏത് വാക്കിനാണോ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ടോൺ, ആ പറയുന്ന ടോൺ അനുസരിച്ചൊക്കെ ആ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ ആകെ മാറാം. പല രീതിയിൽ അത് ഇൻ്റർപ്രിറ്റേഷൻ നടത്താം. പല രീതിയിലാവും അത് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇംഗ്ലീഷിലും അതുപോലെ ഒരുപാട് സെൻറ്റൻസസ് അങ്ങനെയുണ്ട്. ഇന്ന് നമുക്ക് അതുപോലെയുള്ള ഒരു സെൻറ്റൻസ് ഞാൻ പറയട്ടെ. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അവൾ എൻ്റെ പൈസ മോഷ്ടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നല്ലേ ആ സെൻറ്റൻസിൻ്റെ മലയാളം മീനിങ്. ഇനി നമുക്ക് അതിലെ ഓരോ വാക്കുകൾക്കും കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട്, ഓരോ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ വാക്കിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് നോക്കൂ. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഐ നെവർ സെഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അവൾ എൻ്റെ പൈസ മോഷ്ടിച്ചു എന്ന്. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഞാൻ പറഞ്ഞിട്ടില്ല. someone else might have said it. വേറെ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ പറഞ്ഞിട്ടില്ല. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അങ്ങനെ പറഞ്ഞാലോ? ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല. ഐ ഡിഡ്ന്റ് സേ ഇറ്റ് അറ്റ് ഓൾ. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഇവിടെ എന്താ? ഞാനത് എന്തായാലും പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു അർത്ഥം അതിനകത്ത് ഉണ്ടായിരുന്നു, അത് ഇംപ്ലൈ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയില്ല. അതിനകത്ത് ആ ഒരു മീനിങ് ഉണ്ടെങ്കിൽ തന്നെ ഞാനത് പർപ്പസ്ലി അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. നോക്കൂ, ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല അവൾ പൈസ മോഷ്ടിച്ചു എന്ന്. അവിടെ എന്താ? ആ മോഷ്ടിച്ചതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അപ്പോൾ ചിലപ്പോൾ അവൾ ബോറോ ചെയ്തെന്നാവും, അല്ലാതെ അവൾ സ്റ്റീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്റ്റോൾ എന്ന വാക്കിന് ഊന്നൽ കൊടുത്തപ്പോൾ അതിന് വേറെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വന്നു. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി എന്ന് പറഞ്ഞാൽ എൻ്റെ പൈസ മോഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ എന്തെങ്കിലും ആവാം മോഷ്ടിച്ചത്, പക്ഷേ എൻ്റെ പൈസ മോഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ മൈ മണി എന്നതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുത്തു. അതല്ലെങ്കിൽ നമ്മുടെ ടോൺ തന്നെ ആകെ മാറി. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. നോക്കൂ, ഷീ എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അവൾ പൈസ മോഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നായി. അപ്പോൾ ഷീ വേറെ ആരെങ്കിലും ആകാം, someone else. അപ്പോൾ ഇത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. നമ്മൾ പറയുന്ന ആ ടോൺ, അല്ലെങ്കിൽ നമ്മൾ ചില വേർഡ് സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് ആ സെൻറ്റൻസിനെ പല രീതിയിൽ ഇൻ്റർപ്രെറ്റ് ചെയ്യാം.